പോയി കൈ രണ്ടും സോപ്പിട്ട് കഴുകി വാ, എന്നിട്ട് അതെടുത്ത് കഴിച്ചാൽ മതി. ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലേ കൈകൾ രണ്ടും കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാനെന്ന്? ഓക്കേ, ഞാൻ കൈ കഴുകിയിട്ട് വരാം. മതി കൈ കഴുകിയത്. അമ്മ ചോദിച്ചാൽ കൈ കഴുകിയതായി പറയാം. ഇത്ര പെട്ടെന്ന് കൈ കഴുകി കഴിഞ്ഞോ? നോക്കട്ടെ, കൈ കാണിക്ക്. ഇങ്ങനെയാണോ കൈ കഴുകുക? വാ, അമ്മ കാണിച്ചു തരാം. നോക്കൂ, ആദ്യം നമ്മൾ കൈകൾ രണ്ടും നന്നായി നനയ്ക്കുക. എന്നിട്ട് സോപ്പ് ഉപയോഗിച്ച് ഉള്ളം കൈകൾ രണ്ടും നന്നായി കഴുകുക. അതിനുശേഷം നിങ്ങളുടെ കൈകളുടെ പിൻഭാഗം നന്നായി കഴുകുക. ആദ്യം വലത് കൈ, പിന്നെ ഇടത് കൈ. എന്നിട്ട് നിങ്ങളുടെ വിരലുകൾ ഇന്റർലോക്ക് ചെയ്ത് കൈകൾ നന്നായി കഴുകുക. അതിനുശേഷം നിങ്ങളുടെ 2 തള്ളവിരലുകളും നന്നായി കഴുകുക. പിന്നെ നിങ്ങളുടെ 2 വിരലുകളുടെയും അഗ്രം കഴുകുക. ഇതുവഴി നമ്മുടെ വിരലിലെ അഴുക്ക് പൂർണ്ണമായും വൃത്തിയാക്കാൻ കഴിയും. ഇനി ചെയ്യേണ്ടത് ഇടത് കൈ കൊണ്ട് വലത് കൈത്തണ്ട കഴുകുക. അതിനുശേഷം വലത് കൈ കൊണ്ട് ഇടത് കൈത്തണ്ടയും കഴുകുക. ഇനി നിങ്ങളുടെ കൈകളിലുള്ള സോപ്പ് വെള്ളം കൊണ്ട് പൂർണ്ണമായും കഴുകി കളയുക. അതിനുശേഷം വൃത്തിയുള്ള തൂവാല കൊണ്ട് കൈകൾ തുടയ്ക്കുക. ഇനി കൈകൾ കഴുകുമ്പോൾ ഇതുപോലെ 20 സെക്കൻഡ് കഴുകിയാലേ കൈകളിലെ അണുക്കൾ പൂർണ്ണമായും നശിക്കുകയുള്ളൂ. ഇനി മുതൽ ഇങ്ങനെ വേണം കൈ കഴുകാൻ. മനസ്സിലായോ? കൈ കഴുകാതെ ഭക്ഷണം തൊടരുത്, കഴിക്കരുത്. ശരി അമ്മേ. പോയി കൈ കഴുകുക. നല്ലോണം സോപ്പിട്ട് കഴുകണം. ഇന്നലെ അമ്മ കാണിച്ചു തന്നില്ലേ, അതുപോലെ. അപ്പോഴേക്കും അമ്മ ഭക്ഷണം എടുത്തു വെക്കാം. അമ്മ അറിയാനൊന്നും പോകുന്നില്ല. മതി കൈ കഴുകിയത്. അമ്മ ചോദിച്ചാൽ കൈ കഴുകിയെന്ന് പറയാം. അമ്മേ, ഗുഡ് നൈറ്റ്. അയ്യോ, എനിക്ക് വയറ് വേദനിക്കുന്നു അമ്മേ, ഓടി വായോ. എന്തു പറ്റി ജോമി? എന്തിനാ കരയുന്നത്? എനിക്ക് വയറുവേദന എടുക്കുന്നു മമ്മി. സാരമില്ല, നമുക്ക് ഡോക്ടറെ കാണിക്കാം. കരയണ്ട കേട്ടോ. ജോമി, നീ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകാറില്ലേ? അത് പിന്നെ കൈ കഴുകിയില്ലെങ്കിൽ ഇതുപോലെ വയറുവേദന വരും. പിന്നെ സൂചി വെക്കും, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. വേണോ? അയ്യോ വേണ്ട ഡോക്ടർ, ഞാൻ ഇനി മുതൽ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കില്ല. ഗുഡ് ഗേൾ, ഞാൻ കുറച്ച് മരുന്ന് തരാം. അത് സമയത്തിന് കഴിക്കണം. എല്ലാം ശരിയാവും. നാളെ മുതൽ സ്കൂളിൽ പോകാം. പക്ഷെ ഒരു കാര്യം നിർബന്ധമായി ശ്രദ്ധിക്കണം. കൈകൾ എപ്പോഴും സോപ്പിട്ട് വൃത്തിയായി സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ. എന്നാലേ അസുഖം വരാതെ നോക്കാൻ പറ്റൂ. തീർച്ചയായും ഡോക്ടർ. കുട്ടികളെ, നാളെയാണ് നമ്മുടെ ചിത്രരചനാ മത്സരം. ഓരോരുത്തരും ഓരോ ഷേപ്പ് സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്ത ഷേപ്പ് കൊണ്ടായിരിക്കണം നിങ്ങൾ ചിത്രം വരയ്ക്കേണ്ടത്. ഏറ്റവും നല്ല ചിത്രത്തിന് സമ്മാനവുമുണ്ട്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഞാൻ സമചതുരം എടുക്കുന്നു. സമചതുരത്തിലുള്ള ചിത്രം ഞാൻ വരയ്ക്കും. എന്നാൽ ഞാൻ ദീർഘചതുരം എടുക്കും. എന്നോടാ കളി. ദീർഘചതുരത്തിലുള്ള ചിത്രം ഞാൻ വരയ്ക്കും. എന്നാൽ ഞാൻ ഓവൽ ഷേപ്പിൽ ചിത്രം വരയ്ക്കാം. മതി മതി, ബാക്കി നാളെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. സീ യു ടുമോറോ. എല്ലാവർക്കും ഓരോ ഷേപ്പ് കിട്ടി. ഞാൻ എന്ത് ഷേപ്പിൽ വരയ്ക്കും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തു പറ്റി മോളെ? എന്താ മുഖത്തൊരു വാട്ടം? നാളെ സ്കൂളിൽ ചിത്രരചനാ മത്സരമുണ്ട്. ആഹാ, അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതല്ല അമ്മേ, ഷേപ്പ് വെച്ചിട്ടാ
ചിത്രരചന മത്സരം സംഘടിപ്പിക്കുന്നത്. ഓരോരുത്തരും ഓരോ ഷേപ്പ് കണ്ടുപിടിച്ച് അത് വെച്ച് വേണം ചിത്രം വരയ്ക്കാൻ. എല്ലാവർക്കും ഓരോ ഷേപ്പായി. ഞാൻ ഏത് ഷേപ്പിൽ വരയ്ക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മമ്മി. വിഷമിക്കണ്ട, നീ കണ്ണു തുറന്നൊന്ന് നോക്കിക്കേ. ഈ ലോകത്ത് എന്തെല്ലാം ഷേപ്സ് ഉള്ള വസ്തുക്കൾ ഉണ്ടെന്ന്. അത് ശ്രദ്ധിച്ചാൽ തന്നെ നിനക്ക് നാളെ വരയ്ക്കാനുള്ളത് കിട്ടും. മമ്മിയെ സഹായിക്കാം. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. ജനലൊരു സമചതുരമാണ്. ഈ പന്തൊരു വൃത്താകൃതിയിലുള്ള പന്താണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ വൃത്താകൃതിയിലുള്ള പന്ത് വരയ്ക്കും. കുട്ടികളെ, നിങ്ങളുടെ ചിത്രങ്ങൾ വളരെ നന്നായിട്ടുണ്ട്. എന്നാൽ ജോമി വരച്ച ചിത്രമാണ് അതിൽ മികച്ചു നിൽക്കുന്നത്. കണ്ടില്ലേ, അവൾ വൃത്താകൃതിയിലുള്ള ഒരു ഫുൾ ചിത്രം തന്നെ വരച്ചു. അതുകൊണ്ട് തന്നെ the first prize goes to ജോമിയ. എന്താ പരിപാടി? അപ്പൊ നീ വരുന്നില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ നമുക്കിന്ന് പട്ടം പറത്തിക്കാൻ പോകണമെന്ന്. വേഗം വാ, ഞങ്ങളെല്ലാം റെഡിയായി. നിങ്ങളൊക്കെ പട്ടം വാങ്ങിയോ? ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡാഡി ഇതുവരെ വന്നിട്ടില്ല. ആണോ? എന്നാ വേഗം വിളിച്ച് പറഞ്ഞോ. ഞങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവിടെ കുറച്ച് പട്ടം കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് തീർന്നു പോകണ്ട, വേഗം പോയി വാങ്ങാൻ പറ. ശരി, എന്നാ നിങ്ങൾ വിട്ടോ. ഞാൻ പട്ടവുമായി പാർക്കിലേക്ക് വന്നോളാം. ഡാഡി, പറ മോളെ. പട്ടം വാങ്ങിയോ? ഇല്ല മോളെ, വരുമ്പോൾ വാങ്ങാം. വേഗം ഇറങ്ങൂ ഡാഡി, പട്ടം ഇപ്പൊ തീരും. ഇല്ല മോളെ, ഡാഡി ഓഫീസിലല്ലേ, പണിയുണ്ട്. വരുമ്പോൾ എന്തായാലും കൊണ്ടുവരാം. അയ്യോ, അവരെല്ലാവരും ഇപ്പൊ പട്ടം പറത്തി സന്തോഷിക്കുന്നുണ്ടാവായിരിക്കും. എന്താ ഇപ്പൊ ചെയ്യാ? ഐഡിയ. അങ്കിൾ, ഒരു പട്ടം. അയ്യോ മോളെ, പട്ടം തീർന്നു പോയല്ലോ. ഇനി ഒരു വീക്ക് കഴിയും. നീ ഈ വാതിലും തുറന്നിട്ട് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ എവിടെ പോയതാ? ഡാഡി വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജോമി എവിടെ? റൂമിലിരുന്ന് ഒരേ കരച്ചില്ല. എത്ര ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഞാൻ വരുമ്പോൾ പട്ടം വാങ്ങി കൊടുക്കാമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു. ഞാൻ ഓഫീസിൽ കുറച്ച് തിരക്കിലായി പോയി. ഇറങ്ങാൻ നേരം വൈകി. അപ്പോഴേക്കും പട്ടം കടയിൽ തീർന്നുപോയി. അതാണോ കാര്യം? അതിനെന്താ, നമുക്ക് അവൾക്ക് നല്ലൊരു പട്ടം ഉണ്ടാക്കി കൊടുക്കാലോ. ജോമി, മോളൊന്ന് പുറത്തു പോയി നോക്കിക്കേ. അമ്മ പുറത്ത് പട്ടം പറത്തി കളിക്കുന്നു. മമ്മിക്ക് എവിടെ നിന്ന് പട്ടം കിട്ടി? നിന്റെ മമ്മി തന്നെയാണ് പട്ടം ഉണ്ടാക്കിയത്.